അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ സെർവ് ചെയ്യുന്നത് വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന തേങ്ങ കട്ട്ലേറ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രിങ്ക് കൂടെയുണ്ട്, പച്ചമാങ്ങ, പച്ചമുളക്, മിൻറ്റ് ലെമണേഡ്. വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി കേട്ടോ. ഈ ലെമണേഡിലോട്ട് വേണ്ടിയിട്ടുള്ള പച്ചമാങ്ങയായാലും പച്ചമുളകായാലും പുതിന ഇലയായാലും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്തതാണ്. കസ്കസ് കൂടെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗ്രീൻ ചില്ലി, ഗ്രീൻ മാംഗോ, മിൻറ്റ് ലെമണേഡാണിത്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഈ തേങ്ങ കട്ട്ലേറ്റ് വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ തേങ്ങ കട്ട്ലേറ്റും അതുപോലെ തന്നെ ഗ്രീൻ മാംഗോ, ഗ്രീൻ ചില്ലി, മിൻറ്റ് ലെമണേഡ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് പുഴുക്കല്ലരിയാണ്, മട്ട അരിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞതൊരു 8-10 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ അരി സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 10 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ അരിപ്പയിലോട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഈ അരി 1.5 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. ഇപ്പോൾ സോക്ക് ചെയ്തതുകൊണ്ട് ഇത് നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കില്ലേ, അതുപോലെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ അരച്ചെടുക്കാം. പക്ഷേ ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യുന്നത് പൊടിച്ചെടുക്കുന്നതാണ്. അടുത്തതായിട്ട് ഇവിടെ ഞാൻ ഒരു തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചിരവി എടുത്തിരിക്കുകയാണ്. മീഡിയം സൈസുള്ള ഒരു തേങ്ങയാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്. 2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് എടുക്കാം. 2 ടീസ്പൂൺ തന്നെ കുരുമുളകും വേണം. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. അവസാനമായിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒന്നുകിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ തരിതരിയായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവാക്കുന്നതിനുള്ള ഷേപ്പിലേ പറ്റുള്ളൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് തേങ്ങയും ബാക്കിയുള്ള ഐറ്റംസും ചേർത്തിട്ട് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലെ പകുതി അരി കൂടെ ചേർക്കണേ. നമുക്കിത് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് പകുതി വീണ്ടും അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലുള്ളൂ ഇത് പൊടിഞ്ഞിട്ട്. നമ്മുടെ അരച്ചെടുത്തിട്ടുള്ള അരപ്പാട്ടോ ഇത്. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് തരിതരിയായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് വലിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. ബാക്കിയുള്ള അരി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയാണേ. ഇനി തേങ്ങയും ബാക്കിയുള്ള ഐറ്റംസും മുഴുവൻ ചേർക്കാം. നമ്മൾ നേരത്തെ അരച്ചതിൽ മഞ്ഞൾ പെട്ടിട്ടില്ല കേട്ടോ. മഞ്ഞൾ ചേർക്കുമ്പോൾ ചെറിയൊരു മഞ്ഞളിൻ്റെ കളർ വരും. നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് മഞ്ഞൾ ഇതിൽ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിന് മഞ്ഞ കളർ വന്നേ. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. കാരണം ഇങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ടല്ലോ, അങ്ങനെ പൊട്ടിപ്പോരരുത് നമ്മുടെ കട്ട്ലേറ്റ് എണ്ണയിലിട്ടാൽ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പരിപ്പ് വടയുടെ ഒരു പരുവത്തിലോട്ടാട്ടോ ഈ മിക്സിനെ മാറ്റേണ്ടത്. നേരത്തെ ഒരു പൊടിയായിരുന്നു, ഇപ്പോഴും പരിപ്പ് വടയുടെ പരുവത്തിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടും കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കുന്ന തേങ്ങ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം.
നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പോലെയല്ല കേട്ടോ ഇത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടേ. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ആക്കുന്നുണ്ട്. ഇനി എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത്ര വലിപ്പത്തിലുള്ള മിക്സാണ് ഞാൻ എടുക്കുന്നത്. ഒന്നുകിൽ ഇപ്പോൾ ഞാൻ കയ്യിൽ എണ്ണ ആക്കിയിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഞാൻ ഈ റോളിംഗ് ബോർഡിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് എടുക്കാം. ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ബോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേ വലുപ്പത്തിൽ തന്നെ നമുക്കിവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇങ്ങനെ ആക്കിയാലും ഇത് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആക്കിയാലും ഇതിന് നമ്മുടെ കറക്റ്റ് ഷേപ്പൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ മാറ്റാം. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലുള്ള തേങ്ങാ കട്ട്ലേറ്റും കിട്ടി. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പിലാണ്, ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ തേങ്ങാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. ഇവിടെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാട്ടോ ആക്കിയിട്ടുള്ളത്. ഞാനിവിടെ 7 തേങ്ങാ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ഇത് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ കട്ട്ലേറ്റായിട്ട് നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് തിരിച്ചിടാം കേട്ടോ. കട്ട്ലേറ്റ് 2 സൈഡും ഫ്രൈ ആയി വരട്ടെ. അരിയല്ലേ, അപ്പോൾ അരി കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പോലെയല്ല. സാധാരണ കട്ട്ലേറ്റിൻ്റെ കവറിങ് മാത്രമേ കുക്കായി വരേണ്ടതുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, അതിൻ്റെ അകത്തെ അരി കൂടെ കുക്കായി വരണം. അപ്പോഴിനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം വേണ്ടേ. സാധാരണ നമ്മൾ സാധാരണ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കാറില്ലേ ഇഫ്താർ ടൈമിൽ, അതുപോലെ തന്നെ ഒന്നുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കട്ട്ലേറ്റ്. പൊരിച്ച പത്തിരിയിൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കും, ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയൊക്കെ ചേർക്കും. പക്ഷേ ഈ കട്ട്ലേറ്റിൽ അങ്ങനെ ഉള്ളി ചേർക്കുന്നില്ല. ബാക്കി ഐറ്റംസ് അതുപോലെ മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുമുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ കട്ട്ലേറ്റ് 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സാധാരണ കട്ട്ലേറ്റ് പോലെ ആയിട്ടില്ല കേട്ടോ. അരിപ്പൊടിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തേങ്ങയാണ്. ഇത് രണ്ടുമാണ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ കട്ട്ലേറ്റ് പൊളിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് എണ്ണയിൽ നിന്ന് മാറ്റാം. 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുറംഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ നിറാക്കി എടുത്തിട്ടുണ്ട്. ഈ കട്ട്ലേറ്റിൻ്റെ കൂടെ കെച്ചപ്പോ അതല്ലെങ്കിൽ വല്ല ഗ്രീൻ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ കട്ട്ലേറ്റിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റ് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ അടുത്ത ബഞ്ച് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ കട്ട്ലേറ്റും ഫ്രൈ ആയി വരട്ടെ. നമുക്ക് ഈ ലെമണേഡിലോട്ട് വേണ്ടിയിട്ട് പുതിനയില വേണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. നമുക്ക് 4 പുതിനയില പറിക്കാം. ഇത് മതി. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ വീണ്ടും പറിച്ചെടുക്കാം. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമുക്ക് 2 പച്ചമുളക് പറിച്ചെടുക്കാം. ഉമ്മയുടെ കിച്ചൺ ഗാർഡനിലാട്ടോ പച്ചമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. 2 എണ്ണം മതി, ഒരുപാട് എരിവൊന്നും വേണ്ട. ഞാനിവിടെ 2 പച്ചമുളകാണ് പറിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ മുഴുവനൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് മതി. ഇതിൻ്റെ ഒരു സൈഡത്തെ പീസ് മാത്രം മതി. വേണമെങ്കിൽ തൊലിയോടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൊലി ഒഴിവാക്കാം. അതുപോലെ തന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 4 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം.
ഇവിടെ ഞാൻ മാങ്ങയുടെ ഒരു സൈഡ് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർക്കണേ, പകുതി പീസ്. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. 2 നാരങ്ങയാണ്, മീഡിയം സൈസുള്ള 2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. നാരങ്ങയുടെ കുരു ഉണ്ടെങ്കിൽ നമ്മുടെ ലെമണേഡിന് കുറച്ച് സമയം കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമെന്നല്ലേ. ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കുകയും ചെയ്യാം കേട്ടോ. പച്ചമാങ്ങയും അതുപോലെ തന്നെ മുളകും മിൻറ്റ് ലീവ്സും എല്ലാം ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ലെമണേഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മുളക് ചേർക്കാം, അതുപോലെ തന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സ് ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ചാണ്. അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലോട്ട് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഒരു ജ്യൂസ് ഗ്ലാസ്സിലാട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഒരു ജ്യൂസ് ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള 3 ഗ്ലാസ് വെള്ളം ഞാൻ പിന്നീട് ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് മുഴുവൻ അരഞ്ഞു വരണം. ഇനി ഇത് അരിച്ചെടുക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്ത് നമ്മുടെ മിക്സാണിത് ജഗ്ഗിലോട്ട് ഒഴിക്കുക. പച്ചമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിനയിലയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാൻ. ഞാൻ നേരത്തെ കാണിച്ച ജ്യൂസ് ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. മധുരം നോക്കണം കേട്ടോ, മധുരം കുറവാണോ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കണം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു കളറല്ലേ. ഇവിടെ ഞാൻ കസ്കസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസ്കസ് സോക്ക് ചെയ്തതാണ്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് കൂടെ നമുക്ക് ജഗ്ഗിലോട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കസ്കസോട് കൂടെ തന്നെ വേണം കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാനും തണുപ്പോട് കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ പച്ചമുളക് ലെമണേഡും അതുപോലെ തന്നെ തേങ്ങ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന 2 ഡിഷസാണിത്. നമ്മുടെ ഈ ലെമണേഡിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പുളിയും എരിവും അതുപോലെ തന്നെ മധുരവും എല്ലാം ചേർന്നിട്ടുള്ള നല്ല കിടിലൻ ലെമണേഡാട്ടോ ഇത്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കസ്കസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇഫ്താറിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള തേങ്ങ കട്ട്ലറ്റും ഗ്രീൻ മാംഗോ ഗ്രീൻ ചില്ലി മിൻറ്റ് ലെമണേഡും റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. റമളാൻ മുബാറക്.